ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടലിലെ വിഭവങ്ങളിൽ രാജാവാണ് ചെമ്മീൻ എന്ന് പറയാറുണ്ട്. ആ ചെമ്മീൻ കൊണ്ട് നല്ലൊരു റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചെമ്മീൻ റോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് എണ്ണയും മസാലയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെയല്ല. വളരെ കുറഞ്ഞ എണ്ണ മാത്രം ഉപയോഗിച്ച് അമിതമായ മസാലകളില്ലാതെ വളരെ ഹെൽത്തിയായി തയ്യാറാക്കുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുത്തുകൊണ്ട് സമയം ലാഭിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഈ ഹെൽത്തി കോംബോ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചെമ്മീനിൽ നന്നായി പിടിച്ചോളും. ഒട്ടും ഹെവി അല്ലാത്ത വളരെ ലൈറ്റായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധികം പൊടികളോ മസാലകളോ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ചെമ്മീൻ മസാലയൊക്കെ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം വെറുതെ കളയണ്ടല്ലോ. നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ പാനിലിട്ട് വഴറ്റുന്നതിന് പകരം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മസാലയുടെ ആ പരുപരിപ്പ് മാറി നല്ല സോഫ്റ്റായി കിട്ടും. അതിനായി സവാളയും തക്കാളിയും അരിഞ്ഞത് കുക്കറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഈ സമയത്ത് ചേർക്കാം. ഞാനത് ഒഴിവാക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ കൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും നല്ല പാകത്തിന് വെന്ത് കിട്ടും. അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ മസാല തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത്. കുക്കർ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റി വെച്ച് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അടുപ്പത്തൊരു ഫ്രൈയിങ് പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു വശം റോസ്റ്റായി കഴിയുമ്പോൾ സാവധാനം അതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം റോസ്റ്റായി പോകരുത്. അല്പം ഒന്ന് നിറം മാറി വന്നാൽ മതി. കാരണം ചെമ്മീൻ കൂടുതൽ റോസ്റ്റ് ചെയ്താൽ അത് വല്ലാതെ കടുപ്പമായി പോകും. നമുക്ക് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരു മീഡിയം റോസ്റ്റ് മതി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ടാൽ ആ മണം ഒന്ന് വേറെ ലെവലായിരിക്കും. ഈ സമയം കൊണ്ട് കുക്കറിലെ പ്രഷറും നന്നായി പോയിട്ടുണ്ടാവും. ഇനി ആ വെന്തു പാകമായ ഉള്ളിയും തക്കാളിയും എടുത്ത് നമ്മുടെ ചെമ്മീനിലേക്ക് ചേർക്കാം. രണ്ടും കൂടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും മസാലയായി ചെമ്മീനിൽ നന്നായി പറ്റിപ്പിടിക്കണം. അവസാനം മണത്തിനും രുചിക്കും വേണ്ടി ഒരു നുള്ള് ജീരകപ്പൊടി കൂടി ഇതിലേക്ക് വിതറി ഒന്നുകൂടി ഇളക്കിയെടുത്താൽ നമ്മുടെ സിമ്പിൾ ഹെൽത്തി ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. അധികം എണ്ണയുമില്ല, അമിതമായി മസാലയുമില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. ഈസിയായി കുക്കറിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ വിഭവം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.